ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2026 മെയ് 25 മുതൽ, അതായത് ഇന്നലെ മുതൽ ശുക്രൻ്റെ മഹത്തായ രാശി മാറ്റം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി വലിയ ഒരു മാറ്റമാണ് ഇനി സംഭവിക്കുവാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന എല്ലാവിധ കണ്ണീരിനും കഷ്ടപ്പാടിനുമെല്ലാം അറുതി വരും. സൗഭാഗ്യം, സ്നേഹം, ധനം, ആഡംബരം, കലാപരമായ കഴിവുകൾ എന്നിവയുടെ കാരകനായ ശുക്രൻ നിങ്ങൾക്കനുകൂലമായ ഭാവത്തിൽ എത്തുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഈശ്വരൻ സമ്മാനിക്കും. ഈ ശുക്രമാറ്റത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തെന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കെല്ലാം പുതിയ ഒരു വഴി തുറക്കുന്നതാണ്. അതുപോലെ ബന്ധങ്ങളിൽ വളരെയധികം സന്തോഷവും ഐക്യവും വർദ്ധിക്കും. കല, മീഡിയ, സോഷ്യൽ മീഡിയ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ വിവാഹയോഗം, പ്രണയ വിജയം എന്നിവയ്ക്കും അനുകൂലമായ സമയമാണ്. ചിലർക്ക് പുതിയ വാഹന ഭാഗ്യം, അതുപോലെ വീട്, സ്വർണം പോലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നടന്ന് കിട്ടുന്ന ഒരു സമയമാണ്. ഞാനീ പറയുന്ന 5 നക്ഷത്ര ജാതകരുടെ ജീവിതം ഇനി നിങ്ങൾ ഇതുവരെ അനുഭവിച്ച പോലെയാകില്ല. രോഹിണി, പൂരം, വിശാഖം, അനിഴം, രേവതി എന്നീ നക്ഷത്ര ജാതകർക്കാണ് ശുക്രൻ അടിക്കുവാൻ പോകുന്നത്. ഈ സമയം നിങ്ങൾക്ക് എല്ലാ രീതിയിലും കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി ഭവിക്കുന്ന ഒരു കാലമാണ്. ശുക്രൻ തുണയ്ക്കുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രക്കാർ രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റം വളരെയധികം നിർണായകവും പൊതുവെ അനുകൂലവുമായ ഫലങ്ങളാണ് കാണിക്കുന്നത്. ജ്യോതിഷപ്രകാരം രോഹിണി നക്ഷത്രം വരുന്നത് ഇടവം രാശിയിലാണ്. ഇടവത്തിൻ്റെ അധിപൻ സാക്ഷാൽ ശുക്രനാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മാറ്റവും ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. അതായത് നിലവിലെ ഗ്രഹനില അനുസരിച്ച് ശുക്രൻ്റെ ഈ മാറ്റം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. സാമ്പത്തികമായ ഭാവങ്ങളിൽ ചിന്തിക്കുമ്പോൾ ശുക്രൻ നിങ്ങൾക്ക് അനുകൂലമായ ഭാവങ്ങളിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് രോഹിണി നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് അവിചാരിതമായ ധനലാഭമുണ്ടാകും. വളരെ കാലമായി തിരികെ ലഭിക്കാതിരുന്ന പണം കൈവശം വന്നു ചേരും. അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വാഹനങ്ങൾ എന്നിവ സ്വന്തമാക്കുവാൻ അനുകൂലമായ സമയം തന്നെയാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ കരാറുകളിൽ ഒപ്പിടുവാനും ലാഭം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. അതുപോലെ വളരെ കാലമായി വിവാഹം നടക്കാതിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഈ സമയം സഹായിക്കും. അതുപോലെ പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് വഴി മാറുന്നതാണ്. ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന പിണക്കങ്ങളും തർക്കങ്ങളുമെല്ലാം മാറി ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ അടുപ്പവും സന്തോഷവും അനുഭവപ്പെടും. അതുപോലെ കലാ കായിക മേഖലയിലുള്ള ആളുകൾക്കും മാധ്യമ മേഖലയിലുള്ള ആളുകൾക്കും ഈ ശുക്രമാറ്റം വഴി വളരെയധികം ജനപ്രീതിയും അംഗീകാരവും നേടിത്തരുന്ന സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ പരസ്യമായി അംഗീകരിക്കപ്പെടുകയും പുതിയ മികച്ച അവസരങ്ങൾ നിങ്ങളെ തേടി വരികയും ചെയ്യുന്നതാണ്. അതുപോലെ ശുക്രൻ്റെ സ്വാധീനം മൂലം നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമെല്ലാം തന്നെ ഒരു പ്രത്യേക ആകർഷണീയത പ്രകടമാകും. മറ്റുള്ളവരെ എളുപ്പത്തിൽ സ്വാധീനിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ആഡംബര ജീവിതവും വളരെയധികം സന്തോഷകരമായ ജീവിത സൗകര്യങ്ങളും അനുഭവിക്കുവാൻ യോഗമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ശുക്രൻ ജാതകത്തിൽ നിൽക്കുന്ന സ്ഥാനവും ഇപ്പോഴത്തെ ഗോചര ഫലവും അനുസരിച്ച് ചില സമയങ്ങളിൽ അമിതമായ വ്യയം വരുവാൻ ഇടയുണ്ട്. ആഡംബരത്തിനും ലഹരിക്കും വേണ്ടി പണം അനാവശ്യമായി ചെലവഴിക്കുന്നത്
വളരെയധികം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. രോഹിണി നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി, അതായത് ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങളുടെ എപ്പോഴും കൂടെയുണ്ടാകുവാൻ മഹാലക്ഷ്മി ഭജനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും വെളുത്ത വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുന്നതും വളരെയധികം ഐശ്വര്യം സമ്മാനിക്കും. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. പൂരം നക്ഷത്ര ജാതകരായ നിങ്ങൾ വളരെ നാളുകളായി അനുഭവിച്ച കണ്ണീരിനും കഷ്ടപ്പാടുമെല്ലാം പതുക്കെ മാറിത്തുടങ്ങും. ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസവും ആകർഷണ ശക്തിയും വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം മാറി ഇനിയൊരു സന്തോഷകരമായ ജീവിതമാണ് ഇനി മുന്നോട്ട് വന്നു ചേരുക. ഈയൊരു മാറ്റം നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനങ്ങളിൽ വരുമ്പോൾ ആകർഷണ ശക്തിയും പ്രശസ്തിയും വർദ്ധിക്കും. അതായത് നിങ്ങൾക്ക് സമൂഹത്തിലും ജോലി സ്ഥലത്തും വളരെയധികം ബഹുമാനവും അംഗീകാരവും ലഭിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അതായത് സിനിമ, സംഗീതം, ഫാഷൻ, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങളും സാമ്പത്തികമായ നേട്ടങ്ങൾക്കും വഴി തുറക്കുന്നതാണ്. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വാഹനം, വീട്ടു ഉപകരണങ്ങൾ എന്നിവ വാങ്ങുവാൻ സാധിക്കും. സുഖലോലുപതയ്ക്കായി പണം ചെലവഴിക്കുവാനും സാധിക്കുന്നതാണ്. കുടുംബജീവിതത്തിലും വളരെയധികം നേട്ടങ്ങളും വിജയവും ഉണ്ടാകും. അതായത് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും പങ്കാളിയുമായി നല്ല സൗഹൃദവും നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് മഹാലക്ഷ്മി വചനം തന്നെയാണ്. അതായത് ശുക്രൻ്റെ അതിദേവത ലക്ഷ്മി ദേവിയാണ്. വെള്ളിയാഴ്ചകളിൽ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദേവിക്ക് വെള്ളപ്പായസം വഴിപാടായി നൽകുക. വീട്ടിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും ദോഷങ്ങളെല്ലാം മാറ്റി ഐശ്വര്യം സമ്മാനിക്കുവാൻ കാരണമാകും. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചനയോ ലളിത സഹസ്രനാമ അർച്ചനയോ കഴിക്കുക. വളരെയധികം ഐശ്വര്യവും പുരോഗതിയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ കാരണമാകും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ പൂരം നക്ഷത്ര ജാതകരുടെ അധിപൻ ശുക്രനായതുകൊണ്ട് തന്നെ ചെറിയ ദോഷങ്ങൾ വന്നാലും നിങ്ങൾ യാതൊരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ലക്ഷ്മി വചനത്തിലൂടെയും ശുചിത്വത്തിലൂടെയും നിങ്ങൾക്ക് ഇവയെല്ലാം തന്നെ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് നേട്ടങ്ങളുടെ വാതിൽ തുറക്കും. മുമ്പ് നിങ്ങൾക്ക് മുന്നിൽ നഷ്ടപ്പെട്ട അവസരങ്ങളെല്ലാം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കടബാധ്യതകൾ കുറയും. തൊഴിൽ രംഗത്ത് അംഗീകാരമുണ്ടാകും. വിദേശ ഭാഗ്യം ലഭിക്കും. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്കും കാരണമാകും. അതായത് നിങ്ങൾ ഒരിക്കൽ നഷ്ടമായി എന്ന് കരുതിയ കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും കൈവരുന്ന ഒരു സമയമാണ്. അതായത് തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ശുക്രൻ 9ാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും അനുകൂലമായി മാറും. ഭാഗ്യപുഷ്ടിയും ധനലാഭവും ഉണ്ടാകും. തടസ്സപ്പെട്ടു കിടന്നിരുന്ന എല്ലാവിധ ഭാഗ്യ അനുഭവങ്ങളും നിങ്ങളെ ഇനി തേടിയെത്തും. സാമ്പത്തികമായ സ്ഥിതിയിൽ തന്നെ കാര്യമായ പുരോഗതി ഉണ്ടാകും. അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരും. യാത്രകൾ മൂലവും വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതാണ്. ഈ യാത്രകൾ വഴി വ്യക്തിപരമായും പ്രൊഫഷണലായും നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ദാമ്പത്തിക ജീവിതത്തിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും എല്ലാവിധ പിന്തുണയും ലഭിക്കുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുവാനും ഇടയുണ്ട്. അതുപോലെ വൃശ്ചിക കൂറിൽ വരുന്ന വിശാഖം നക്ഷത്ര ജാതകർക്ക് 8ാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്.
എട്ടിൽ പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് സമ്മാനിക്കുക. ധനലാഭമുണ്ടാകും. അതായത് ലോട്ടറി, ഇൻഷുറൻസ്, പാരമ്പര്യ സ്വത്ത് എന്നിവ വഴി പെട്ടെന്നുള്ള ധനലാഭത്തിനുള്ള ഭാഗ്യമുണ്ട്. പങ്കാളിയിലൂടെയോ ബിസിനസ് പാർട്ണറിലൂടെയോ സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കും. ആരോഗ്യകാര്യത്തിൽ സുഖഭോഗങ്ങൾ വർദ്ധിക്കുമെങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. രക്തസമ്മർദ്ദം, പ്രമേഹം അല്ലെങ്കിൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വരുമാനമുണ്ടാകുമെങ്കിലും നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ആഡംബര ചെലവുകൾക്കും വിനോദങ്ങൾക്കുമായി അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുവാൻ ഇടയുള്ള കാലമാണ്. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതുമെല്ലാം തന്നെ ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. സംസാരത്തിലും നിങ്ങൾ നിയന്ത്രണം പാലിക്കുക. കുടുംബ അംഗങ്ങളുമായോ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുമായോ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാലക്ഷ്മി ഭജനം, അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെള്ളപ്പായസം വഴിപാടായി നൽകുക. വീട്ടിൽ ലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വളരെയധികം ഉത്തമമാണ്. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ഭജനം. വിശാഖം നക്ഷത്ര ജാതകരായ നിങ്ങളുടെ അധിപൻ ഗുരുവാണെങ്കിലും ചൊവ്വയുടെ രാശികളുമായി ബന്ധമുള്ളതിനാൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകമോ വിളക്കോ വഴിപാടായി നൽകുന്നത് ഈ തടസ്സങ്ങളെല്ലാം മാറുവാൻ കാരണമാകും. അതുപോലെ വസ്ത്രധാരണവും നിങ്ങളുടെ ശുചിത്വവും. വെള്ളിയാഴ്ചകളിൽ വെള്ളയോ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങളോ ധരിക്കുക. ശരീരവും പരിസരവും എല്ലാം തന്നെ വൃത്തിയായി സൂക്ഷിക്കുക. സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് ശുക്രപ്രീതിക്ക് വളരെയധികം ഗുണകരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകരായ നിങ്ങൾക്കിനി തല കുനിച്ച് നിൽക്കേണ്ട കാലമെല്ലാം തന്നെ അവസാനിക്കുന്നു. നിങ്ങൾക്കിനി ശുക്രമാറ്റം വഴി ജീവിതത്തിൽ വളരെയധികം മാനസിക ശക്തിയും ആത്മവിശ്വാസവും ഉയരുന്നതാണ്. ബിസിനസ്സിൽ നേട്ടം, കുടുംബ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ ആശ്വാസം, പുതിയ വാഹനം അല്ലെങ്കിൽ വീട് വാങ്ങുവാനുള്ള യോഗം, സമൂഹത്തിൽ നിങ്ങളുടെ വിലയും ബഹുമാനവും എല്ലാം തന്നെ വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് ഇനി അങ്ങോട്ട് വന്നെത്തിയിരിക്കുന്നത്. എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും. പാരമ്പര്യ സ്വത്ത് ലഭിക്കുവാനോ ഇൻഷുറൻസ് തുക കൈപ്പറ്റുവാനോ അതുമല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന പണം തിരികെ ലഭിക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. നിങ്ങളുടെ പങ്കാളിയിലൂടെയോ അതുമല്ലെങ്കിൽ ബിസിനസ് കൂട്ടാളികളിലൂടെയോ സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. ജോലി സ്ഥലത്ത് അധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിലും അതിനുള്ള പ്രതിഫലം വൈകാതെ തന്നെ ലഭിക്കുന്ന കാലമാണ്. രഹസ്യമായ ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുമെങ്കിലും അതിനെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അതിജീവിക്കുവാൻ കഴിയുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അനുഭവസ്ഥരുടെ ഉപദേശം തേടുന്നത് വളരെയധികം ഗുണകരമാണ്. ഭൗതികമായ സുഖസൗകര്യങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കും. നല്ല ആഹാരം കഴിക്കുവാനും വിനോദങ്ങളിൽ ഏർപ്പെടുവാനുമുള്ള അവസരം ലഭിക്കും. എന്നാൽ ഇതിലൂടെ അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കുവാനും കടബാധ്യതകൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെ നല്ല നിയന്ത്രണം ആവശ്യമാണ്. അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധ വേണം. ശുക്രൻ എട്ടിൽ വരുമ്പോൾ അനിഴം നക്ഷത്ര ജാതകരായി നിങ്ങൾക്ക് ആരോഗ്യ കാര്യങ്ങളിൽ അതീവമായ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പ്രമേഹം, മൂത്രാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഉദരരോഗങ്ങൾ എന്നിവയുള്ള ആളുകൾ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതാണ്. ആഹാരക്കാര്യത്തിലും നിയന്ത്രണം വേണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിതമായ വേഗത ഒഴിവാക്കേണ്ടതാണ്. അനിഴം നക്ഷത്ര ജാതകരായ നിങ്ങൾ അഷ്ടമഭാവത്തിലെ ശുക്രന്റെ ദോഷ തീവ്രത കുറയ്ക്കുവാനും അനുകൂലമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ലക്ഷ്മി ദേവി ഭജനം, അതായത് വെള്ളിയാഴ്ചകളിൽ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദേവിക്ക് വെള്ളപ്പായസമോ നെയ്വിളക്കോ വഴിപാടായി നൽകുക. സാമ്പത്തികമായി ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമെല്ലാം അകറ്റുവാൻ സഹായിക്കും. അനിഴം നക്ഷത്ര ജാതകരായ നിങ്ങൾ ശനി ഭജനം നടത്തേണ്ടതാണ്.
അതായത് അനിഴം നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയായതിനാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിനോ ഹനുമാൻ സ്വാമിയെയോ ഭജിക്കുന്നത് തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റുവാൻ ഉത്തമമാണ്. അതുപോലെ വെള്ളിയാഴ്ചകളിൽ വൃത്തിയുള്ള വെള്ളയോ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങളോ ധരിക്കുക. നല്ല സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് ശുക്രൻ്റെ ശുഭ ഊർജം വർദ്ധിപ്പിക്കുവാൻ ഗുണകരമാണ്. അതുപോലെ പാവപ്പെട്ട സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മധുര പലഹാരങ്ങളോ വസ്ത്രങ്ങളോ ദാനം ചെയ്യുക. അതുപോലെ പശുവിന് പഴം നൽകുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. രേവതി നക്ഷത്ര ജാതകരായ നിങ്ങളെ ഭാഗ്യം തേടി വരുന്ന അത്ഭുതമായ സമയമാണ്. നിങ്ങൾക്കിനി ജീവിതത്തിൽ വലിയ ഒരു തിരിച്ചുവരവുണ്ടാകും. നീണ്ട നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം തന്നെ ഫലം കാണുന്ന സമയം. ജ്യോതിഷപ്രകാരം മീനക്കൂറിൽ, അതായത് മീനരാശിയിൽ വരുന്ന ഏറ്റവും അവസാനത്തെ നക്ഷത്രമാണ് രേവതി. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ ഇപ്പോൾ 4-ാം ഭാവത്തിലാണ്, അതായത് സുഖഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. രേവതി നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ്. ബുധന്റെ രാശിയായ മിഥുനത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ രേവതി നക്ഷത്ര ജാതകർക്ക് ഇത് വളരെയധികം അനുകൂലവും സന്തുഷ്ടവുമായ ഒരു കാലഘട്ടമാണ്. ഈ ശുക്രമാറ്റം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും. അതായത് 4-ാം ഭാവത്തിലെ ശുക്രൻ എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാനോ വീട് പുതുക്കി പണിയുവാനോ വീട്ടുപകരണങ്ങൾ വാങ്ങുവാനോ അനുകൂലമായ സമയമാണ്. ദീർഘനാളുകളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആഡംബര വസ്തുക്കളെല്ലാം തന്നെ സ്വന്തമാക്കുവാൻ കഴിയും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. അമ്മയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതാണ്. അതുപോലെ അമ്മ വഴിയോ അമ്മയുടെ കുടുംബം വഴിയോ സാമ്പത്തികമായോ അല്ലാതെയുള്ള വളരെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാനും ഒത്തുചേരലുകൾ നടക്കുവാനുമുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം പഠനത്തിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുവാൻ കഴിയും. സ്വർഗാത്മകമായ കാര്യങ്ങളിലും കലകളിലും തിളങ്ങുവാൻ കഴിയുന്ന കാലമാണ്. ഉദ്യോഗസ്ഥർക്ക് ജോലി സ്ഥലത്തെ അന്തരീക്ഷം വളരെ ശാന്തവും നിങ്ങൾക്ക് അനുകൂലവുമായി മാറും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പൂർണ്ണമായ പിന്തുണ ലഭിക്കും. അതുപോലെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായുള്ള നല്ല മാനസിക ഐക്യം പുലർത്തുവാൻ കഴിയും. പ്രണയിക്കുന്ന ആളുകൾക്ക് പരസ്പരം കൂടുതൽ സമയം ചെലവഴിക്കുവാനും ബന്ധം ദൃഢമാക്കുവാനും കഴിയുന്നതാണ്. ആരോഗ്യപരമായി നല്ല മാനസികമായ സന്തോഷം അനുഭവപ്പെടും. എങ്കിലും അമിതമായ സുഖലോലുപതയും മധുര പലഹാരങ്ങളുടെ അമിതമായ ഉപയോഗവും മൂലം ചെറിയ രീതിയിൽ ഭാരം കൂടുവാനോ അതുമല്ലെങ്കിൽ കഫസംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കോ സാധ്യതയുണ്ട്. ആഹാര കാര്യങ്ങളിൽ മിതത്വം പാലിക്കുക. രേവതി നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഈ സമയം പൊതുവെ ശുഭകരമാണെങ്കിലും ശുക്രന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്നതിനും ബുധന്റെ ദോഷങ്ങൾ മാറുന്നതിനും ലക്ഷ്മി ഭജനം നടത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തി ലക്ഷ്മി അഷ്ടകം ജപിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രനാഥൻ ബുധനായതിനാൽ ബുധനാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുന്നതോ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.